നമ്മുടെ സെമിനാർ ഔപചാരികമായി ആരംഭിക്കുകയാണ്. കേരവും നീരയും കേരള രക്ഷയ്ക്ക് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഞാറ്റുവേല ചന്തയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, പെരിങ്ങണ്ടൂർ ബാങ്കിൻ്റെ 8ാമത് ഞാറ്റുവേല ചന്തയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തത്. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് കെ കൃഷ്ണൻകുട്ടി മുൻ ചിറ്റൂർ MLA ആണ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു. ശരിക്കും ആപ്റ്റായിട്ട് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ ശരിക്കും ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്ക് കിട്ടിയത്. അത് പെരിങ്ങണ്ടൂർ ബാങ്കിന് ഒരുപാട് സന്തോഷമുണ്ട്. അദ്ദേഹത്തിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പെരിങ്ങണ്ടൂർ ബാങ്കിന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ മുണ്ടത്തിക്കോട് ഗ്രാമവാസികളും PSC ബാങ്കിൻ്റെ മെമ്പേഴ്സും ഗ്രീൻ ആർമിയുടെ അംഗങ്ങളൊക്കെ വളരെ സന്തുഷ്ടരാണ്. അതുപോലെ തന്നെ പ്രത്യാശാ നിർഭരരുമാണ്. അദ്ദേഹത്തെ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഹൃദയപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്ലാനിംഗ് കമ്മീഷൻ തന്നെ ഇതിൻ്റെ കണക്ക് പ്രകാരം തന്നെ ഒരു ദിവസം 2500 പേരാണ് കൃഷി ഉപേക്ഷിക്കുന്നത്, കൃഷി വേണ്ട വെച്ച് മറ്റു തൊഴിലിലേക്ക് പോകുന്നത്. ഒന്നില്ലയോ പട്ടണപ്രദേശത്തിലേക്ക് അവർ കയറിപ്പോകുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തൊഴിലിലേക്ക് മാറിപ്പോകുന്നു. ഒരു നിവൃത്തിയുമില്ലെങ്കിൽ മാത്രമാണ് കൃഷിയിൽ നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ പൊതു സാഹചര്യം. അപ്പം ഇത് തടഞ്ഞു നിർത്തണമെങ്കിൽ ഭരണകൂടം തന്നെ സഹായിക്കുക തന്നെ വേണം. ഭരണകൂടത്തിൻ്റെ ഇന്നത്തെ പുതിയ പ്രവർത്തനം കാണുമ്പോൾ ഭയപ്പാടോടുകൂടിയാണ് ഒരു കൃഷിക്കാരെന്നുള്ള നിലയ്ക്ക് കാണുന്നത്. 86-88 റേറ്റിൽ വെച്ച് 10% കൂട്ടാൻ പാടുള്ളൂ. ഇപ്പം നെല്ലാണെങ്കിൽ 86-88 റേറ്റ് 8 രൂപ, 10% കൂട്ടുകയാണെങ്കിൽ 8 രൂപ 80 പൈസ. ഇപ്പോൾ സപ്പോർട്ട് പ്രൈസ് ഗവൺമെൻറ് തന്നെ നിശ്ചയിച്ചിരിക്കുന്നത് 18 രൂപയാണ്. 13 രൂപ 20 പൈസ എന്തോ ആണ് കേന്ദ്രം കൊടുക്കുന്നത്, ബാക്കി സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുകയാണ്. ഈ എഗ്രിമെൻ്റ് ഒപ്പിടുന്നതോടുകൂടി ഇനി ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ കേന്ദ്രം 8 രൂപ 80 പൈസയെ തരുള്ളൂ, ഇനി ബാക്കി വേണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഫലത്തിൽ കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ കേരളത്തിലുള്ള നെൽകൃഷിക്കാർക്ക് ഗവൺമെൻറ് അവരുടെ കൃഷിക്കാരോട് മേടിച്ചത് തന്നെ 400 കോടി കൊടുക്കാനുണ്ട്. ഇപ്പോൾ കൊടുക്കുന്നതേ ഇല്ല. എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കും ഗവൺമെൻറ്റിൻ്റെ ഈ കാശില്ലാതെയാണ് എന്ന്. അതല്ല അതിൻ്റെ യഥാർത്ഥ വസ്തുത. ഈ എഗ്രിമെൻ്റ് ഒപ്പിട്ടതിൻ്റെ ഫലമായി സബ്സിഡികൾ കുറച്ച് കൊണ്ടുവരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റ് തന്നെ രാസവളം, ഇന്നത്തെ രാസവളം തന്നെ വല്ലാതെ വില കൂടിയിട്ടാണ്. സബ്സിഡി വെട്ടി കുറച്ച് ഇപ്പോൾ 4 ഇരട്ടിയൊക്കെ ആയി. 250 രൂപയുള്ള ഫാക്ടംബോസൊക്കെ 900 ആയി, 1026 1200 രൂപയായി ഒക്കെ ആയി. ഈ വില തന്നെ നിൽക്കണമെങ്കിൽ അന്ന് ഫൈനാൻസ് മിനിസ്റ്ററായിരുന്ന ചിദംബരം പറഞ്ഞത് ഈ വില നിൽക്കാൻ വേണ്ടി 67,000 കോടി രൂപ ഞാൻ ബഡ്ജറ്റിൽ വയ്ക്കണമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കൃഷിക്കാരൻ ധരിച്ചത്, ഞങ്ങളൊക്കെ ധരിച്ചത് നമുക്ക് ആ വില തന്നെ, ഈ വിലയ്ക്ക് തന്നെ വളം കിട്ടുമെന്നാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ഒരു വലിയ കള്ളത്തരം ചെയ്തു. കഴിഞ്ഞ കൊല്ലത്തെ 30,000 കോടി കൊടുക്കാനുണ്ട്, അതും കൂടി ക്യാരി ഓവർ ചെയ്യണം പറഞ്ഞാൽ ബാക്കി പൈസ എത്ര കിട്ടി? ഇനി അത് കഴിഞ്ഞപ്പോൾ സ്റ്റേപ്പ് നീക്കും, ഈ ആഴ്ച നീങ്ങും. ഗ്യാസിൻ്റെ വില $4.2 8.4 അത് കൂടിയാൽ രാസവളത്തിൻ്റെ ഉൽപ്പാദന ചെലവ് കൂടും. അതിൻ്റെ ഫലമായി ഒരു 10,000 കോടി കൂടി കമ്മിയാവും. അപ്പോൾ എത്ര? അതൊന്നൊരു 10,000 കോടി കഴിച്ചാൽ പിന്നെ എത്രയുണ്ട് ബാക്കി? അപ്പോൾ വളത്തിൻ്റെ ഇന്നത്തെ വില നിൽക്കണമെങ്കിൽ, ഇന്നത്തെ രാസവളത്തിൻ്റെ വില നിൽക്കണമെങ്കിൽ 1,18,000 കോടി ബഡ്ജറ്റിൽ വെക്കണം. ഇപ്പോൾ നമ്മളെ വിഷയം ഒന്ന് നീരാണ്. ഞങ്ങൾ ഈ കമ്മിറ്റി എല്ലാവിടെയും പോയപ്പോൾ കൃഷിക്കാരുടെ ഇടയിൽ ഈ നീരിൻ്റെ ഇതെല്ലാം പറഞ്ഞപ്പോൾ വളരെ വലിയ ആവശ്യം. മലപ്പുറത്ത് പോലും ഇതിനെക്കുറിച്ച് വളരെ വലിയ താല്പര്യമാണ് അവിടുത്തെ കൃഷിക്കാരും കർഷക സംഘടനകളൊക്കെ കാണിച്ചത്. അവരുടെയൊക്കെ ഒരു സമ്മർദ്ദം ഈ നീര കൊണ്ടുവരുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. ഞങ്ങളത് കൊടുത്തപ്പോൾ, ഈ പോളിസി കൊടുത്തപ്പോൾ ഗവൺമെൻറ് വളരെ സന്തോഷത്തോടുകൂടി ഇത് നടപ്പാക്കുന്നതൊക്കെ പറഞ്ഞു. പക്ഷെ ആ നടപ്പാക്കുന്ന ഒരു രീതി കണ്ടപ്പോൾ അത് നടപ്പാക്കാനാണോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. എന്നുവെച്ചാൽ നീര എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ ലഹരിയുടെ യാതൊരു അംശമില്ല. ലഹരി ഇല്ലാത്തവിടെ പിന്നെ എന്തിനാ എക്സൈസിലെ കാര്യം? എനിക്ക് മനസ്സിലായില്ല.
ലഹരി ഇല്ലാത്തൊരു സാധനത്തിൽ ഇപ്പം നാളെ പച്ചവെള്ളത്തിൽ എന്താ എക്സൈസിൽ കാര്യം? എന്നപ്പോൾ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കണ്ടല്ലോ, എന്നാൽ അതിലെന്താ എക്സൈസുകാർ പിടിക്കാത്തത്? ഫ്രൂട്ടി ഉണ്ടാക്കുക അല്ലേ, കൊക്കോക്കോല ഉണ്ടാക്കല്ലേ, അവിടെയൊക്കെ ഒന്നും എക്സൈസുകാരൊന്നും പോകുന്നില്ല. അപ്പം ഇതിൽ മാത്രം എക്സൈസുകാരുടെ എന്തിനാണ് ഈ പിടിമുറുക്കുന്നത്? എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ചോദിക്കുകയും ചെയ്തു, മന്ത്രിയോടും ചോദിച്ചു, നിങ്ങൾക്ക് ഇതിൽ ലഹരി ഇല്ലാത്തൊരു പാനീയത്തിൽ നിങ്ങൾ എന്തിനാണ് ഇതിന് വരുന്നത്? അല്ല, അത് ഞങ്ങളുടെ തെങ്ങ് ഞങ്ങളുടെയാണെന്നാണ് പറയുന്നത്. അതെ, പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതിൽ തെങ്ങ് ഞങ്ങളുടെയാണ്. അപ്പോൾ കൃഷിക്കാരനൊന്നും വലിയ റേറ്റ് ഒന്നും ഇല്ല തെങ്ങിൽ. അപ്പം ലഹരി ഇല്ലാത്ത ഒരു ഇതിൽ എന്തിനാണ് എക്സൈസുകാരൻ്റെ ആവശ്യം? ഇവിടെ ഇതിനു വേണ്ടി ചെയ്ത ഞാൻ വന്നപ്പോൾ വലിയ സന്തോഷം, കുറച്ച് അസൂയും തോന്നി. മനോഹരമായിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ ബാങ്കിൻ്റെ ഭരണാധികാരികളെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവർ സാധാരണക്കാർക്ക് വേണ്ടി അവരുടെ ജീവിതം നിലവാരം ഉയർത്തിക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ അവർ വളരെ ഒരു മാതൃക തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ഇതിന് ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ഞാനൊരു അധിക പ്രസംഗത്തിന് മുതിരുന്നില്ല. കാരണം കൃഷ്ണൻകുട്ടി സാറെ പോലെയും അനൂപ് സാറെ പോലെയും വിനോദ് സാറിനെ പോലെയൊക്കെ പ്രഗത്ഭരിയ്ക്കുമ്പോൾ ഞാനൊരു പ്രസംഗം നടത്തുന്ന ഒരു അധിക പ്രസംഗമാണെന്നാണ് എൻ്റെ ഒരു എളിയ ചിന്ത വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു പൊതുമേഖലാ സ്ഥാപനം നടത്തി പരാജയപ്പെട്ട ഒരു ഫാക്ടറിയെ ഉദ്ധരിച്ച് നല്ല നിലയിൽ നടത്തി തിരിച്ചേൽപ്പിക്കാൻ ഒരു കർണാടക സ്റ്റേറ്റ് തന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ച വിനോദ് സാറാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ സാറായിരിക്കും എന്നേക്കാൾ കൂടുതൽ നീരയെക്കുറിച്ച് നിങ്ങളോട് പറയാൻ യോഗ്യനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ചെത്ത് തൊഴിലാളി ഇത് നീര ഉൽപ്പാദിപ്പിച്ച് താഴെ എത്തിച്ച് ഫാക്ടറിയിൽ പ്രോസസ്സ് ചെയ്താൽ മാത്രമാണ് നമുക്കിതൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുന്നത്. അവിടെയാണ് ഞാൻ ഗ്രീൻ ആർമിയുടെ ഒരു പ്രസക്തി കാണുന്നത്. നല്ല നട്ടിൽ ഉറപ്പുള്ള കരളുറപ്പുള്ള വിനോദ് സാർ ഇവിടെയുണ്ട്. സാറ് നമ്മളോട് ഇതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് സംസാരിക്കും. സാറിനെ സെമിനാർ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കർഷകർ സുഹൃത്തുക്കൾ, നിങ്ങളെയും പലരെയും പലവട്ടം പലതരത്തിൽ കണ്ട് പരിചയമുള്ള ആൾക്കാരും ഇതിനകത്തുണ്ട്. ഞാൻ വളരെ സമയം കുറച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ്. ഒന്ന്, എൻ്റെ സ്ഥാപനത്തിനെ ആദ്യം പരിചയപ്പെടുത്തണം. എൻ്റേത് പാലക്കാട് കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡാണ്. ഞാൻ ആ സ്ഥാപനത്തിൻ്റെ ചെയർമാനാണ്. ഒരു ചൊട്ടയിൽ നിന്ന് ഞങ്ങൾക്ക് ശരാശരി 2 ലിറ്റർ നീര കിട്ടുന്നുണ്ട്. സാധാരണ തെങ്ങ്, പൊക്കമുള്ള തെങ്ങൊന്നും പറ്റില്ല. നമുക്ക് 100 തെങ്ങുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ശരാശരി 10 തെങ്ങാണ് നല്ലത്, നീരയ്ക്ക് പറ്റിയത്, ചെത്താൻ പറ്റുന്നത് കിട്ടുന്നത്. 90 തെങ്ങ് ഇപ്പോഴത്തെ അവസ്ഥയിൽ തൃശ്ശൂർ എടുത്താൽ 100ക്ക് 10 പോലും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളിവിടെ തെങ്ങ് വെച്ചിട്ട് തന്നെ കുറേ കാലമായി, 10-20 ആരും തെങ്ങ് വെച്ചിട്ടില്ല. പുതിയ പൊക്കം കുറഞ്ഞ തെങ്ങുകൾ, ഈ പുതിയ തൈത്തെങ്ങുകൾ ഉണ്ടെങ്കിലാണ് നീരയ്ക്ക് പറ്റുണ്ടാവുക, എളുപ്പത്തിൽ പറ്റുണ്ടാവുക. അപ്പോൾ ശരാശരി തെങ്ങിന്ന് 1 ലിറ്ററിന് ഒരു ചൊട്ടയിൽ നിന്ന് 2 ലിറ്റർ വെച്ച് കിട്ടുന്നു. നമ്മൾ ടെക്നോളജിയൊക്കെ മാറ്റി, ചെത്തുകാരെന്നുള്ള പേര് മാറ്റി, ഞങ്ങൾക്ക് നീര ടെക്നീഷ്യന്മാരാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഇഷ്ടംപോലെ സോഫ്റ്റ് ഡ്രിങ്കുകൾ ഉണ്ടല്ലേ, പെപ്സിയും കൊക്കക്കോളയും ബാക്കിയൊക്കെ ഉണ്ട്. ഇതിൽ ധൈര്യമായിട്ട് കുടിക്കാവുന്ന എന്ത് സാധനം ഇപ്പം ഉണ്ട്? ആരോഗ്യത്തിന് ഹാനികരമല്ല എന്ന് ഉറപ്പുള്ള എന്ത് സംഗതി നമ്മൾ ഈ സാധനം എടുത്ത് കുടിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പണി അന്വേഷിച്ച് പോകുന്നത് ഗൾഫിലേക്കോ ബാക്കിയുള്ള സ്ഥലത്തേക്കോ ആണ്. അതുപോലെ ആൾക്കാർ പണി അന്വേഷിച്ച് ഇവിടേക്ക് വരാവുന്ന അവസ്ഥയിലേക്ക്, സാധാരണ കൂലിപ്പണിക്കാരായിട്ടുള്ള പാവപ്പെട്ട ബംഗാളികളല്ല ഞാൻ പറഞ്ഞത്, അല്ലാത്തൊരവസ്ഥയിലേക്ക് കേരളത്തിനെ കൊണ്ടുപോകാൻ നമുക്കൊരു സാധ്യതയുണ്ട്. നമുക്കൊന്ന് ഒരുമിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു തികച്ചും വ്യത്യസ്തമായ അധ്യായം തുറക്കാൻ പറ്റും. നമ്മൾ ഇപ്പോൾ വലിയൊരു ആത്മവിശ്വാസത്തിലാണ്. ഏതാനും അവതരണങ്ങൾ കഴിഞ്ഞതിന് ശേഷം നാളികേര കർഷക മേഖല തികച്ചും ഒരു വലിയ മുന്നേറ്റത്തിന്, കുതിപ്പിന് കഴിയുന്നു എന്ന ഒരു ആത്മവിശ്വാസം ഈ അവതരണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ സെമിനാറും നീരയുടെ ഒരു സാധ്യതയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ അന്ന് നിങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ സമയത്തെല്ലാം നമ്മൾ സംസാരിച്ചതാണ്. കുറെ കൂടി ഗൗരവത്തോടു കൂടി നമ്മുടെ ഫെഡറേഷനും നമ്മുടെ കമ്പനിയും രൂപീകരിക്കുന്നതിലേക്കാണ് നമ്മൾ പോകുന്നത്.
ഒരു മാസത്തിനുള്ളിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരു കമ്പനി രൂപീകരിച്ചിട്ടുണ്ട്. ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ ഗ്രീൻ ആർമിയുടെയും പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെയും നേതൃത്വത്തിൽ ഫെഡറേഷനുകളുടെ രൂപീകരണത്തിന് ശേഷം കമ്പനി രൂപീകരിക്കും. എല്ലാവർക്കും PSC ബാങ്കിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിനോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.